CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ വീണ്ടും ഇഡിക്ക് മുന്നിൽ ഹാജരായി. കൊച്ചിയിലെ ഇഡി ഓഫീസിലെത്തിയാണ് അവർ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. കേസിൽ നിർണായകമായ രണ്ടാംഘട്ട ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. വരുന്ന തിങ്കളാഴ്ച ഹാജരാകാനായിരുന്നു ഇഡി നേരത്തെ സമൻസ് അയച്ചിരുന്നത്. എന്നാൽ വ്യക്തിപരമായ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യൽ നേരത്തെ ആക്കണമെന്ന് വീണ വിജയൻ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇഡിയുടെ അനുമതിയോടെയാണ് ഇന്നവർ ഹാജരായത്. ജൂൺ 17 നടന്ന ആദ്യഘട്ട ചോദ്യം ചെയ്യൽ ഏകദേശം 9 മണിക്കൂറോളം നീണ്ടുനിന്നിരുന്നു. ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് പിന്നാലെ അന്വേഷണ സംഘം ശേഖരിച്ച പുതിയ വിവരങ്ങളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ കേസിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള 134 സുപ്രധാന രേഖകൾ കഴിഞ്ഞ ദിവസമാണ് ഇഡിക്ക് ലഭിച്ചത്. ഈ രേഖകൾ കേസിൽ വലിയ വഴിത്തിരിവുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്വേഷണ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. CMRLും എക്സാലോജിക്കും തമ്മിൽ ഒപ്പുവെച്ച കരാറുകൾ, മുമ്പ് നൽകിയ മൊഴികൾ, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവയെല്ലാം ഇപ്പോൾ ഇഡിയുടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. ഇല്ലാത്ത സേവനത്തിന് വൻതുക കൈപ്പറ്റിയെന്ന SFIOയുടെ കണ്ടെത്തലാണ് അന്വേഷണത്തിന്റെ പ്രധാന കേന്ദ്രബിന്ദു. CMRൽ നിന്ന് ലഭിച്ച പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചതെന്നും ആ തുക എവിടെയാണ് വിനിയോഗിച്ചതെന്നും സംബന്ധിച്ച് ഇഡി വ്യക്തത തേടുന്നുണ്ട്. ഇതിനു പുറമെ എംപവർ ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയെടുത്ത സാഹചര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്ന പ്രധാന വിഷയങ്ങളിലൊന്നാണ്. ഈ വായ്പയുടെ പശ്ചാത്തലവും പണം ഉപയോഗിച്ച രീതിയും സംബന്ധിച്ച വിശദീകരണങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി തേടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വീണ വിജയന്റെ HDFC ബാങ്കിലെ ലോക്കറും ഇഡി ഉദ്യോഗസ്ഥർ തുറന്ന് പരിശോധിച്ചിരുന്നു. ലോക്കറിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന ഓരോ വിവരവും സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് ഇഡി. ഈ കേസിൽ CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തേയും മകൾ ഷിബി കർത്തേയും ഇഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. പുതിയ രേഖകളും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തുവരുന്ന സാഹചര്യത്തിൽ കേസിന്റെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് സാധ്യത.